നമുക്കിപ്പം സാമൂഹ്യ പ്രവർത്തക VP സുഹറയുണ്ട്. വല്ലാത്ത ബുദ്ധിമുട്ട് കഴിഞ്ഞ ദിവസം സൂറത്ത് വന്ന സമയത്ത് തടയുകയൊക്കെ ചെയ്തിരുന്നു. അതെ അതെ, എന്ത് കഷ്ടമാണ്. ഒരു പെൺകുട്ടിൻ്റെ കരച്ചിൽ നിങ്ങൾ കാണുന്നില്ലേ? മുത്തലാക്ക് കഴിഞ്ഞു, ഇനി ഒരു തലാക്ക് മൂന്ന് തവണ എഴുതാന്നുള്ള തലാക്ക. ആ തലാക്ക് കോടതി അംഗീകരിച്ചിട്ടില്ല. ഈ കുട്ടി എന്ത് ചെയ്തു എന്നുള്ള ഒരു കാരണം കാണിച്ചിട്ടില്ല, ഒന്നും കാണിച്ചിട്ടില്ല. വെറുതെ എന്തെങ്കിലും പറയാ, എന്നിട്ട് ആ കുട്ടീനെ വെറുതെ എന്തെങ്കിലും പറയാ, എന്നിട്ട് ആ കുട്ടീനെ ഇങ്ങനെ കൊണ്ടുപോയി ഇവിടെ പുറത്ത് വാതിലടിച്ച് പൂട്ടെ. എന്തത്? ഇതെന്താ? പോലീസിന്റെ ഇടപെടലിൽ എങ്ങനെയാണ്? തൃപ്തരാണോ നിങ്ങളെല്ലാവരും? പോലീസ് ശരിക്കും ഞാൻ പറഞ്ഞത്, പോലീസ് അന്നൊക്കെ വരെയും നോക്കിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരെയും നോക്കുകയും ആ ആങ്ങളമാരെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പോലീസുകാരെ നമുക്ക് അത്രയല്ല പറയാം. പോലീസുകാർക്ക് ഒരു പ്രശ്നമുണ്ട്. കാരണം റെസിഡൻഷ്യൽ ഓർഡർ കിട്ടിയിട്ടില്ല, അതാണ് പ്രശ്നം. പിന്നെ നമുക്ക് ഇങ്ങനെ ഇത് കാണുമ്പോൾ നമ്മൾ ഗതിമുട്ട, നമ്മൾ എന്തായാലും ഇത് പൊളിക്കും. അതായിരിക്കും നമ്മൾ അടിച്ചു പൊളിക്കാൻ. അത് തന്നെ ഇനി നിർവാഹമുള്ളൂ. ഇയാൾ ഈ ബന്ധം നിലനിൽക്കുകയാണ് രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നത്. അത് ഇവിടെ ബഹുമാനത്തെ നിലവിലില്ലേ? ഈ മുത്തലാക്ക് നിർത്തലാക്കി, അപ്പം വേറെ ഈ 3 തലാക്കുണ്ട്, 3 തവണ ചെയ്യാം. ഇപ്പം കൂടുതൽ കോടതികളിലും വരുന്ന കേസുകൾ എന്താ? അന്ന് ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പം അവർ പറയാണ്, എന്താണെന്ന് വെച്ചാൽ ഇപ്പം കൂടുതൽ കേസ് ഈ 3 മാസം കൊണ്ട് കൊടുത്തു തീർക്കുന്ന ഏകപക്ഷീയമായ വിവാഹമോചനം നടക്കുക. ഇതാരും അറിയുന്നില്ല. എല്ലാവരും വിചാരിച്ച് ശുഭമായി മുത്തലാക്ക് നിന്നല്ലോ എന്ന്. എന്താണിത്? ഇതിൻ്റെയൊക്കെ കാരണം നിങ്ങളെന്ന് ആലോചിച്ചോക്ക്. നമ്മുടെ സമുദായത്തെ ഇതൊക്കെ ഒരു മനുഷ്യന്മാർക്ക് കാണാൻ പറ്റുന്ന കാര്യമാണോ? ഇവരെ ഭർത്താവിനോട് സംസാരിച്ചിരുന്നു? ഭർത്താവിനെ വിളിച്ചിട്ട് എടുത്തിട്ടില്ല. ഞാൻ പിന്നെ പള്ളി കമ്മിറ്റിയിൽ വിളിച്ചിരുന്നു. പള്ളി കമ്മിറ്റിയിൽ വിളിച്ചിരുന്നു. പള്ളി കമ്മിറ്റിയിൽ വിളിച്ചപ്പോൾ പള്ളി കമ്മിറ്റി പറഞ്ഞത്, പിന്നെ നിങ്ങൾ കത്ത് തന്നു പറഞ്ഞാലൊന്നും മനസ്സിലായി. അവിടെ കത്ത് തന്നിട്ട് കത്ത് കൊടുക്കാം. ഞാൻ കത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചാ. അപ്പോഴാണ് ഇവിടെ വന്നത്. കഴിഞ്ഞ ദിവസം വന്നപ്പം തന്നെ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ട്. അല്ല, ഇത് ഭയങ്കര ക്രൂരതയല്ലേ? ഇതെന്ത് ക്രൂരതയാ? വാതിലടച്ച് പൂട്ടാം, ഒന്നുകിൽ വാതിൽ തുറന്ന് അവളെ കയറ്റാം, അല്ലെങ്കിൽ ഇനി അധികമൊന്നും നിൽക്കില്ല, കുറച്ച് ദിവസം കൂടെ. ഇനി എത്ര ദിവസം പോകും നോക്കട്ടെ. ആളുകളെ കൊണ്ടാന്ന് അടിച്ചു പൊളിക്കും, ഉറപ്പാ. അതിന് കേസെടുത്തോട്ടെ, അടിച്ചു പൊളിക്കും എന്ന് പറഞ്ഞിട്ട് കേസെടുത്തോട്ടെ, കുഴപ്പമില്ല.